Hi everyone, this is Binse from Evika. നമ്മുടെ 2025 കുറേയധികം പ്രൊഡക്റ്റുകളാണ് ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഓരോ ടൈം ലൈനാണ് ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഐഫോൺ ആയിക്കോട്ടെ, എയർപോഡ്സ് 3 ആയിക്കോട്ടെ, എയർടാഗ് ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ പുതിയ വാച്ച് ആയിക്കോട്ടെ, എല്ലാത്തിനും ഓരോ ടൈം പീരീഡ് അനുസരിച്ച് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും ഓരോ ടൈം ലൈനും ഞാൻ കറക്റ്റായിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ പിക്ചർ ലഭിക്കുന്നുണ്ട്. ഇതേപോലെ പുതിയ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസുകളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത് 2025 മാർച്ച് ടൈമിലായിരിക്കും. കാരണം ഒരു മിഡ് ആകുമ്പോഴത്തേക്കും ആപ്പിളിൻ്റെ ഒരു പുതിയ സെറ്റ് ഓഫ് പ്രൊഡക്റ്റുകൾ ആപ്പിൾ റിലീസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐഫോൺ SE 4th ജനറേഷൻ അല്ലെങ്കിൽ ഐഫോൺ 16e എന്ന് പറയുന്ന ഒരു മോഡൽ. ഈ ഒരു മോഡലിൽ ഇപ്പോൾ റിലീസായിരിക്കുന്ന ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഇൻ്റലിജൻസ് A18 ചിപ്സെറ്റ്, USB-C ചാർജിങ്, 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അത്യാവശ്യം ഡീസൻ്റായ ബാറ്ററി എന്നീ പറഞ്ഞ എല്ലാ സ്പെക്കും നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ക്യാമറ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് വരാൻ പോകുന്നത്. ഐഫോൺ SEയുടെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ഡിവൈസ് വരാൻ പോകുന്നത് ഏകദേശം ഒരു 500 മുതൽ 600 US$ നമുക്ക് മിക്കവാറും ഒരു 60,000 രൂപയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന ഐഫോൺ SE ഇന്ത്യയിലും അവൈലബിൾ ആവാൻ പോകുന്നത്. അതേപോലെ അടുത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും മാക്ബുക്ക് എയർ വിത്ത് M4 എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൽ ഡിസൈൻ ചേഞ്ചോ ലുക്ക് വൈസോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിപ്സെറ്റിൻ്റെ ഒരു മാറ്റമായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. M4 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ബീസ്റ്റ് ആയതുകൊണ്ട് തന്നെ മാക്ബുക്ക് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ പറഞ്ഞ പ്രോഡക്റ്റിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ബഡ്ജറ്റും അത്രയും വലിയൊരു എമൗണ്ട് വരില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഈ പറഞ്ഞ M4 മാക്ബുക്ക് എയറിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഐപാഡ് M3 എയർ വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ ഐപാഡ് ഇറങ്ങിയിരിക്കുന്നത് M4ൻ്റെ ഒരു പ്രോ സീരീസ് ആണ്. M3ൻ്റെ ഒരു എയർ സീരീസും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഒരു മിഡ് റേഞ്ച് ആയിട്ട് വരുന്ന ഒരു ഐപാഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. സോ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിട്ട് വരാൻ പോകുന്ന ഐപാഡ് എന്നല്ലേ, അതും ഒരു ഐപാഡ് 11th ജനറേഷൻ വിത്ത് A17 Pro അല്ലെങ്കിൽ A18 Pro ഈ രണ്ട് ചിപ്സെറ്റും വെച്ച് ഒരു ഐപാഡ് 11th ജനറേഷനും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ടൈമിലാണ് ജൂൺ എന്ന് പറയുന്നത്. ജൂൺ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് WWDC അഥവാ WW25 ആയിരിക്കും. മോസ്റ്റ്ലി സോഫ്റ്റ്വെയർ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഹാർഡ്വെയറും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേയധികം കൂട്ടുകാർ ഈ പറഞ്ഞ മാക് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത് ഹൈ എൻഡ് ഗ്രാഫിക്സ് പേർപ്പസിന് വേണ്ടി തന്നെയാണ്. ഈ വീഡിയോ എഡിറ്റിംഗ്, ആനിമേഷൻസ് എന്നീ പറഞ്ഞ കാര്യങ്ങൾക്ക് മാക് സ്റ്റുഡിയോ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. M3 മുതൽ ആപ്പിൾ അവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള 2 ചിപ്സെറ്റിന് പകരം ഒരു വലിയ ചിപ്സെറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. സോ M4ൻ്റെ ഒരു അൾട്രയും മാക്സും നമുക്ക് മിക്കവാറും ഈ പറയുന്ന M4 സ്റ്റുഡിയോയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ജൂണിൽ തന്നെ നമുക്ക് ചെറിയൊരു കരക്കമ്പിയായിട്ട് കേട്ടത് ഒരു XDR ഡിസ്പ്ലേ, ആപ്പിളിൻ്റെ സ്വന്തം ഒരു ഡിസ്പ്ലേയും കൂടെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കിട്ടിയ ഒരു ന്യൂസ്. പക്ഷേ ഈ ഒരു ഡിവൈസ് റിലീസാവുമെന്ന് നമുക്ക് ഒട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും നാളായിട്ട് ഏകദേശം ഒരു 6 കൊല്ലം ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ഒരു ആപ്പിളിലെ പുതിയൊരു XDR ഡിസ്പ്ലേന് വേണ്ടി. ആ ഒരു ഡിസ്പ്ലേ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കളർ കറക്ഷനും അതേപോലെ എഡിറ്റേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഒരു XDR ഡിസ്പ്ലേ മോണിറ്റർ എന്ന് പറയുന്നത്. ഇനി വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇവൻ്റ് ആയിരിക്കും. ആപ്പിൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് സെപ്റ്റംബർ ഇവൻറ്റ് തന്നെയായിരിക്കും. സെപ്റ്റംബർ ഓർ ഒക്ടോബർ ഇവൻറ്റ്, ഈ 2 മാസത്തിലായിരിക്കും ആപ്പിളിനെ മെയിൻ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലായിരിക്കും ഏറ്റവും ടോപ്പ് നോച്ചും അതേപോലെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ ഐഫോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐഫോണിൽ നമുക്ക് 4 സീരീസ് തന്നെ ഈ കൊല്ലം കാണാൻ പറ്റും. പക്ഷേ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പ്ലസ് മോഡൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പകരം ഐഫോൺ 17 എയർ എന്ന് പറഞ്ഞ പുതിയ വേർഷൻ അല്ലെങ്കിൽ പുതിയ
മോഡൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു എയർ എന്ന മോഡൽ ഏറ്റവും നല്ല തിന്നസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഐഫോൺ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് സിംഗിൾ ക്യാമറ ആയിരിക്കും വരുന്നത്. കാരണം ഏറ്റവും നന്നായിട്ട് സൈസ് കുറക്കാൻ വേണ്ടി ആപ്പിൾ ശ്രമിക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ക്യാമറ, രണ്ടാമത്തെ ബാറ്ററി. ഈ പറഞ്ഞ ബാറ്ററിയും ചെറുതായിട്ട് കുറയാനും ചാൻസ് ഉണ്ട്. ബാറ്ററിയുടെ MAH കുറയാനുള്ള ചാൻസ് കുറച്ചും കൂടെ സ്ലിം ആകുമ്പോൾ ബാറ്ററിയുടെ ആ ഒരു കപ്പാസിറ്റിയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ആപ്പിളിന് തന്നെ കുറേയധികം സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്ന ചിപ്സെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. വൈഫൈൻ്റെ ചിപ്സെറ്റ് വരും, അതേപോലെ 5G മോഡത്തിൻ്റെ ചിപ്സെറ്റ് വരും. ഇതെല്ലാം ആപ്പിൾ തന്നെ ഇൻഹൗസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഐഫോണിൽ ബിൽഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഉള്ള കണക്ടിവിറ്റി നമുക്ക് ഇനി വരുന്ന പ്രൊഡക്റ്റുകളിൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം iPhone 17 Pro സീരീസും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ലീക്ക് അനുസരിച്ച് ഹൊറിസോണ്ടലായിരിക്കും ഈ പറഞ്ഞ ക്യാമറ കട്ടൗട്ട് വരാനുള്ള ചാൻസ്. നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന ഐഫോണിലൊക്കെ ഒരു 3 ക്യാമറ ട്രയാങ്കിൾ ഷേപ്പിലാണ് വന്നിരുന്നത്. ഇനി അത് ഹൊറിസോണ്ടലി വരികയും ആ ഒരു ക്യാമറ കട്ടൗട്ടിന് ഒരു വലിയ ചേഞ്ച് ആപ്പിൾ ഐഫോണിൻ്റെ ഹിസ്റ്ററിയിൽ ഇനി വരുത്താൻ പോവുകയാണ്. സോ അതിൻ്റെ ക്യാമറ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ആപ്പിൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അതിൻ്റെ കുറേയധികം ക്യാപ്ചർ ക്വാളിറ്റിയും എങ്ങനെയായിരിക്കും നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്ന് കാണാം. അതോടൊപ്പം അടുത്തൊരു പ്രോഡക്റ്റാണ് ആപ്പിൾ എയർപോഡ്സ് Pro 3 എന്ന് പറയുന്നത്. ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് മാത്രമായിരുന്നു ഇത്രയും നാൾ ആപ്പിൾ യൂസേഴ്സിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റും അതേപോലെ ബ്ലഡ് ഓക്സിജൻ, റിസ്റ്റ് ടെമ്പറേച്ചർ എല്ലാം അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് വാച്ച് ഇല്ലെങ്കിൽ പോലും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇയർപോഡ്സ് അല്ലെങ്കിൽ എയർപോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോഡിയുടെ ടെമ്പറേച്ചറും കൂടെ ഈ പറഞ്ഞ ഇയർ കനാൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇയർ കനാലിലൂടെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ പറ്റുന്ന ഒരു സെൻസേഴ്സും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് ഈ പറഞ്ഞ ആപ്പിൾ വാച്ചും എയർപോഡ്സും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിക്കുള്ള റിസൾട്ട് ഐഫോണിൻ്റെ ഹെൽത്ത് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ 2025 ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ലൈഫ് ഓർഗനൈസ് ചെയ്യാനും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്ന് ഞാൻ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും കാണുക. ബിക്കോസ് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്രമാത്രം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു സെയിം കാറ്റഗറിയിൽ 3 പ്രോഡക്റ്റുകൾ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ആപ്പിൾ വാച്ച് സീരീസ് 11 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഫൈനലി ബ്ലഡ് പ്രഷർ എന്ന ഓപ്ഷൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ നമുക്ക് ഇനി മുതൽ ആപ്പിൾ വാച്ചിൽ നമുക്ക് കറക്റ്റ് ഡിറ്റക്ട് ചെയ്യുകയും നമുക്ക് ഓരോ 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സിൽ കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കാര്യങ്ങളും അറിയാനുള്ള ഓപ്ഷനും ആപ്പിൾ അതിൽ കൊണ്ടുവരുന്നതാണ് നമുക്കൊരു റിപ്പോർട്ട്. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്രാ 3 ആണ്. സെയിം ഈ പറയുന്ന ബ്ലഡ് പ്രഷർ മോണിറ്റർ അൾട്രാ വാച്ചിലുണ്ടാവും. അതോടൊപ്പം തന്നെ അൾട്ടിമേറ്റ്ലി സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും കൂടെ ആപ്പിൾ വാച്ച് അൾട്രയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ അൾട്ര എന്നുള്ള പ്രോഡക്റ്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രോ യൂസേഴ്സിനാണ്. സേ ഫോർ എക്സാമ്പിൾ അത്ലീറ്റ്സ്, അതേപോലെ കുറേയധികം ഹൈക്കിംഗ് ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാവർക്കും കൂടിയാണ് ഈ പറഞ്ഞ അൾട്രാ സീരീസ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോൺ ഏതെങ്കിലും സാഹചര്യത്തിൽ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുകയോ അല്ലെങ്കിൽ എടുക്കാൻ വിട്ടുപോകുകയോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ആ ഒരു എമർജൻസി സിറ്റുവേഷൻ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും വാച്ചിലൂടെ തന്നെ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നമ്മുടെ മൂന്നാമത്തെ ഒരു വാച്ച് സീരീസാണ് ആപ്പിൾ വാച്ച് SE 3rd ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താ അറിയാമോ? ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വരാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിലായിരിക്കും. ഇത്ര നാൾ നമ്മൾ കണ്ടുപോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലോ ടൈറ്റാനിയോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അതിന് പകരം പ്ലാസ്റ്റിക് ബോഡി ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നാണ് കേട്ടത്. iPhone 5Cയുടെ ഒക്കെ ആ ഒരു ടൈമിൽ പ്ലാസ്റ്റിക് ബോഡി ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആപ്പിൾ കുറേയധികം കാർബൺ ന്യൂട്രലും അതേപോലെ എൻവയോൺമെൻറ്റൽ സേഫ്റ്റി ആയിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് അതിനൊരു ഉത്തരവുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് പോകുമ്പോൾ ആപ്പിളിന് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഈ പറയുന്ന പ്രൊഡക്ഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കട്ടിങ്ങും അതേപോലെ ഈ ഒരു ഡിവൈസിൻ്റെ കാഡിങ്ങും കുറേയധികം കാര്യങ്ങൾ ആപ്പിളിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്കാണ് പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് വരുമ്പോൾ ആപ്പിളിന് നോക്കുന്നത്. സോ
അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോഡി വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയിലായിരിക്കും ആപ്പിൾ വാച്ച് SE കൊണ്ടുവരാൻ പോകുന്നത്. മോർ ഓവർ ആപ്പിൾ വാച്ച് SE എന്ന് പറയുന്നത് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വേറെ ഫാമിലി മെമ്പേഴ്സിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ച് ആയിരിക്കും ആപ്പിൾ വാച്ച് SE എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വർഷം നമുക്ക് കുറച്ചധികം ബോണസ് പ്രൊഡക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ എയർ ടാഗിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലീക്ക് അനുസരിച്ച് അത് കുറച്ചുകൂടെ ടാമ്പർ പ്രൂഫ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതായത് നമുക്ക് എയർ ടാഗ് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത ബാറ്ററി റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ആ ഒരു കാര്യം മാറ്റുകയാണെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാർക്കും കുറച്ചും കൂടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ സേഫായിട്ടും അതേപോലെ ടാമ്പർ പ്രൂഫായിട്ടും വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു എയർ ടാഗിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണക്ട് ചെയ്യുന്ന ഐഫോൺ പ്ലിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ വാച്ചിലും ഫോണിലൊക്കെ നമുക്ക് പ്ലിങ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് കേട്ട് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സെയിം ഓപ്ഷൻ തന്നെ എയർ ടാഗ് ജസ്റ്റ് പ്രസ് ചെയ്തതിനാൽ കുറച്ചധികം സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മുടെ കണക്ട് ചെയ്യുന്ന ഡിവൈസ് സൗണ്ട് ഉണ്ടാക്കുകയും ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനും പറ്റും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ എയർ ടാഗ് സെക്കൻഡ് ജനറേഷൻ മിക്കവാറും ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോം പോഡ് മിനി സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ വെർഷൻ ഓഫ് ഹോം പോഡാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഹോം പോഡ് മിനി സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്മാർട്ട് ഹോം സ്പീക്കർ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സ്മാർട്ട് സ്പീക്കർ മാത്രമല്ല, ഒരു ഹോം പോഡ് സെക്കൻഡ് ജനറേഷൻ വരെയാണെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു സ്മാർട്ട് LED സ്ക്രീനും കൂടെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ ഹോം പോഡിൻ്റെ കൂടെ ഒരു iPadും കൂടെ ഫിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഹോം ആക്സസറീസും അതേപോലെ ഹോമിലെ എല്ലാ കാര്യങ്ങളും ക്യാമറ ആയിക്കോട്ടെ മറ്റ് സ്മാർട്ട് ആക്ടിവിറ്റീസും ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹോം കിറ്റിൽ അതോടൊപ്പം ഈ പറയുന്ന ഹോം പോഡിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സോ അങ്ങനത്തെ ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഹോം പോഡ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഒരു ന്യൂസ് കിട്ടുന്നുണ്ട്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ TV 4K ആണ്. 2022 ഏറ്റവും അവസാനമായിട്ട് ആപ്പിൾ ഒരു ആപ്പിൾ TV റിലീസ് ചെയ്തത്. ഈ പറഞ്ഞ ഡിസൈനിലോ ലുക്കിലോ മിക്കവാറും യാതൊരു ചേഞ്ചും ഈ പറഞ്ഞ ആപ്പിൾ TVയിൽ വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ആപ്പിൾ ഒരു ക്യാമറ ആപ്പിൾ TVയിൽ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഫേസ് ടൈം ചെയ്യാൻ പറ്റും നമുക്ക് ആപ്പിൾ TVയിൽ. നമ്മുടെ ഐഫോൺ നേരെ എടുത്ത് കണക്ട് ചെയ്യുക, ഐഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് TVയിൽ നമുക്ക് ഫേസ് ടൈം ചെയ്യാൻ പറ്റും. ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാറ്റിക്കൊണ്ട് നേരെ നമ്മുടെ ആപ്പിൾ TVയിലെ ക്യാമറയിൽ നോക്കി ഫേസ് ടൈം ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ എബ്രോഡുള്ള കൂട്ടുകാർക്കും ഈ പറയുന്ന ക്യാമറയും ബാക്കി കാര്യം യൂസ് ചെയ്യാതെ നേരെ ഡയറക്റ്റായിട്ട് ആപ്പിൾ TVയിൽ യൂസ് ചെയ്തുകൊണ്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഫേസ് ടൈം ചെയ്യുകയും, ഫേസ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്ര ക്വാളിറ്റി അത്രമാത്രം എന്താ പറയുക ഒറിജിനാലിറ്റി ഉള്ള ഒരു വീഡിയോ കോള് വേറെ ഒരു ആപ്ലിക്കേഷനും തരാൻ പറ്റില്ല. സോ അത്രമാത്രം ക്വാളിറ്റി ഈ പറഞ്ഞ TVയിലേക്കും കൂടെ ഡെലിവറി ചെയ്യണമെങ്കിൽ അപ്പുറമുള്ള കൂട്ടുകാരും ഫാമിലീസിനൊക്കെ നമുക്ക് നല്ല പ്യുവറായിട്ട് കാണാൻ പറ്റും. അടുത്തൊരു പ്രോഡക്റ്റാണ് മാക്ബുക്കിൻ്റെ ഒരു M5 Pro സീരീസിൻ്റെ ഒരു ഡിവൈസും കൂടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ കൊല്ലവും അവസാനമാകുമ്പോഴത്തേക്കും ഒരു പുതിയ മാക്ബുക്ക് ആപ്പിൾ റിലീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ M5ൻ്റെ ഒരു മാക്ബുക്ക് Pro സീരീസും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ കേട്ട വേറൊരു ഡിഫറെൻറ്റ് ന്യൂസാണ് ഒരു iMac 27 അല്ലെങ്കിൽ 32 ഇഞ്ചിൻ്റെയോ ഒരു പുതിയ iMac Pro വരുമെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റിലീസാവുന്ന ഈ ഒരു 24 ഇഞ്ചിൻ്റെ iMac കുറേയധികം കൂട്ടുകാർക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എസ്പെഷ്യലി വലിയ വലിയ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ 24 ഇഞ്ച് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ iMacൻ്റെ ഒരു പ്രോ സീരീസ് വിത്ത് 27 ഓർ 32 ഇഞ്ചിൻ്റെ ഒരു കംപ്ലീറ്റ് മോണിറ്റർ സെറ്റപ്പും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഈ ഒരു വട്ടം നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. 2025 എന്ന് പറഞ്ഞാൽ ആപ്പിളിലെ കുറേയധികം പ്രോഡക്റ്റുകൾ റിലീസാവുന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും അടിപൊളിയായ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടിയ ന്യൂസ്. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ ആപ്പിൾ ലൈനപ്പിൽ വരാവുന്ന പ്രോഡക്റ്റുകളെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള പുതിയ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സുകളും പ്രൊഡക്റ്റുകളും ലീക്കും റൂമേഴ്സും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.
This is Bin Sevia signing from Evica.